ഒരു വേടം എങ്ങോട്ടാണ് നമ്മൾ എഗ്ഗ് അറിയാത്തൊരു സാധനം കണ്ടുപിടിച്ചു. സുൽത്താനാമ സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേ. കാരണം മോസ്റ്റ് ഓഫ് ദ അട്രാക്ഷൻസ് നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാതെ ഈസിലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്തത്. നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. ഈ കാണുന്നതാണ് ഹിപ്പോഡ്രോം എന്ന് പറയുന്ന മെയിൻ പാത്ത്. അവിടെ നമുക്ക് 4 സ്തൂപങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കുറേ സ്തൂപങ്ങളുണ്ട്. അതിനകത്ത് ഈ കാണുന്നത് ആണ് ഇതിൻ്റെ പേരിന്, ഇതാണ് സർപ്പൻറ്റൈൻ. അതായത് സർപ്പങ്ങൾ 2 പേരിങ്ങനെ ഇണ ചേർന്നിരിക്കുന്നതിൻ്റെ പോലത്തെ വരും. പക്ഷെ അതിൻ്റെ മേളത്തെ സർപ്പം ഒടിഞ്ഞു പോയെന്ന് തോന്നുന്നു, തല കാണാനായിട്ടില്ല. ഇപ്പം ട്യൂലിപ്സിൻ്റെ സമയമുണ്ട്, എല്ലായിടത്തും ട്യൂലിപ്സ് ഉണ്ട്. ഇത്ര വലിയ ക്യൂ ആണ് ആൾക്കാരുടെ. അതും ക്യൂ ആണ്, പിന്നെ 25 യൂറോയും കൊടുക്കണം. ഇത്രയും വലിയ ഈ ക്യൂ കാണുന്നത് തുർക്കിയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഹഗിയ സോഫിയ കാണാനായിട്ടാണ്. 2024 ജനുവരി വരെ ഇങ്ങോട്ടുള്ള എൻട്രി ഫ്രീ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഫീ ഈടാക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് പേര് വന്ന് അപ്രോച്ച് ചെയ്തു, ഇത്രയും വലിയ ക്യൂ നിൽക്കേണ്ട, സ്കിപ്പ് ദ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ സ്കാംസ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും ഇതിനു മുന്നുള്ള നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മൾ അതിനൊന്നും പോയില്ല. പക്ഷേ ആരെങ്കിലും തുർക്കി വരുന്നുണ്ടെങ്കിൽ ഹഗിയ സോഫിയ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ആദ്യമേ ഇത് ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയനാണ് ഇത് നിർമ്മിച്ചത്. ഇതൊരു ഓർത്തഡോക്സ് കത്തീഡ്രലായിട്ടാണ് നിർമ്മിച്ചത്. പക്ഷേ പിന്നീട് ഓട്ടോമൻ പടയോട്ട കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി സുൽത്താൻ മുഹമ്മദ് ഇത് ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. സോ ഇപ്പം നമുക്ക് വിസിറ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പോഴും ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്ലൂ മോസ്ക് നടക്കും ബ്രോ. ലോട്ടറി അടിച്ചു. നല്ല ചൂട് തന്നെ. ഹഗിയ സോഫിയെ പോലെ ഒട്ടും കുറവല്ലാത്ത അടുത്ത ക്യൂവിലാണ് നമ്മളിപ്പോൾ ബസിലിക്ക സിസ്റ്റൻ കാണാൻ വേണ്ടിയിട്ട്. ഇത് അവിടുത്തെ ഏറ്റവും വലിയ ഭൂഗർഭ ജലസംഭരണിയാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ നിർമ്മിച്ച ഇത് മൺമറഞ്ഞു പോയ ഒരു ജലസംഭരണിയാണ്. പിന്നീട് ഒരു ആർക്കിയോളജിസ്റ്റ് ഇത് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഈ ഒരു ജലസംഭരണി ഒരു കൊട്ടാര തുല്യമായിട്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു പേരാണ് സങ്കൺ പാലസ് എന്ന്. നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് അത്രയും ക്യൂ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അതും മിസ്സായി. ഈ കാണുന്നതാണ് യൂറോസ്മാനിയ പള്ളിയാണിത്. അടുത്ത നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് എൻ്റർ ചെയ്യാണ്. കൂടുതലും ജുവല്ലറീസ് ആണോ. ഏത് ബ്രാൻഡിൻ്റെ ബാഗ് വേണേലും ഇവിടെ ചീപ്പായിട്ട് കിട്ടും. മൈക്കിൾ കോർസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. ജുവല്ലറി സെക്ഷന്, ലെതറ്, അപ്പുറത്തെ സൈഡ് മുഴുവൻ ലെതറ്, ഒരു സൈഡ് മുഴുവൻ പിന്നെ എന്താ പറയുക കാർപ്പറ്റ് ഷോപ്പുകൾ എല്ലാം ഉണ്ട് ഇവിടെ.
എന്നാ സംഭവം ഇത്? കണ്ണ് കെട്ടായിരിക്കാനായിട്ടുള്ള സംഭവമാണെന്നാണ് പറയുന്നത്. ഇവളായി എല്ലാവരും ഇത് വേറെ ചെയ്യാൻ വീടുകളിലൊക്കെ വെക്കും. പിന്നെ ടർക്കിഷ് ലാമ്പുകളുടെ കുറേ കളക്ഷൻ കണ്ടു. പിന്നെ ഹുക്കാസ് അതെല്ലാം കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഗോൾഡാണ്. കേരളത്തിൽ പോലില്ലാത്ത പോലെ മെഷീൻ കട്ടാണെന്ന് തോന്നുന്നു. ഗോൾഡിൻ്റെ കളക്ഷൻ കണ്ട് ഞെട്ടിപ്പോയി. ഗോൾഡിൻ്റെ കളക്ഷൻ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ലഞ്ച് കഴിക്കാൻ പോണ കബാബ് ഷോപ്പിൽ നിന്നാണ്.